ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. മഷ്റൂം നമ്മൾ ചെറിയൊരു പാക്കറ്റ് ലുലുമാളി പോയപ്പം വാങ്ങിച്ചതാണ് കേട്ടോ. നല്ലപ്പോഴാണ് ലുലുമാളിയിൽ നിന്ന് മഷ്റൂം വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ തൊലിയൊക്കെ ഉരിച്ചെടുക്കണം. നമ്മളിങ്ങനെ കൈവച്ച് നുള്ളി എടുത്ത് നന്നായിട്ട് ക്ലീനാക്കിയതിന് ശേഷം കട്ടിംഗ് ടേബിളിൽ വെച്ച് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ഏതൊക്കെ വലിപ്പത്തിൽ വേണോ അങ്ങനെ അരിഞ്ഞ് എടുക്കാം. ഞാനങ്ങനെ ഓരോന്നും അങ്ങനെ വൃത്തിയാക്കി കട്ടിംഗ് ടേബിളിൽ വെച്ച് അരിഞ്ഞ് ഈ പരുവാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തു. എന്നിട്ടൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയിൽ അല്പം ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി നല്ലപോലെ വഴറ്റണം. വഴറ്റി അതിൻ്റെ ഒരു നിറം മാറി വരുമ്പോൾ നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ കളറ് അല്ലെങ്കിൽ ആ ടൊമാറ്റോ എല്ലാം അലിഞ്ഞ് ചേരുന്നത് വരെ ഒന്ന് ഇതാക്കുക. എന്നിട്ട് മസാല ഐറ്റംസായ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, മല്ലിപ്പൊടി ആഡ് ചെയ്യാം, ലേശം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്തൊക്കെ മസാലകൾ വേണോ ഇതിന്. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ട് ഈവനിങ്ങിൽ ഉണ്ടാക്കിയതായിട്ടോ. അല്പം ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലേശം കുരുമുളക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. അളവിൽ വ്യത്യാസം വരുത്താം. അതുകൊണ്ട് അളവൊന്നും ഞാൻ പറയുന്നില്ല. കുരുമുളക് എനിക്ക് കുറച്ച് കൂടുതൽ വേണ്ടുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ശേഷം നമ്മുടെ മഷ്റൂം കട്ട് ചെയ്ത് വെച്ച മഷ്റൂമും കൂടെ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി അങ്ങ് എടുക്കണം. എന്ന് വെച്ചാൽ ആ മസാല എല്ലാം ആ മഷ്റൂമിലോട്ടൊന്ന് പിടിച്ചിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനൊന്ന് ജസ്റ്റ് വേവാനുള്ള വെള്ളം മാത്രം. നമ്മളൊരു മഷ്റൂം റോസ്റ്റായിട്ട് ഉണ്ടാക്കണം. ഒന്ന് പറ്റിച്ചൊരു ഈവനിങ്ങിൽ നമ്മൾ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന പരുവത്തിനാണ് ഞാൻ എടുക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കഴിഞ്ഞു കേട്ടോ. നല്ല സോഫ്റ്റ് മഷ്റൂം ആയിരുന്നു, സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. നോക്കി, നന്നായിട്ട് പറ്റി, അധികം ചാറൊന്നുമില്ല, നല്ലപോലെ പറ്റി തന്നെ ഇരിക്കുക. എന്നിട്ട് ഞാനിതിൽ സ്പെഷ്യലായിട്ട് ടൊമാറ്റോ സോസ് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അപ്പോൾ അത് വേറൊരു ലെവലായി. എന്നിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങ് നല്ല പറ്റി. അപ്പോൾ എന്താ പറയുക, ഒരു ചില്ലി ചിക്കനൊക്കെ നമ്മൾ വെക്കുന്ന ഒരു ടേസ്റ്റ് ഈ മഷ്റൂമിൻ്റെ റോസ്റ്റിന് കിട്ടി. സൂപ്പർ ടേസ്റ്റായിരുന്നു, വളരെ നല്ലതായിരുന്നു. നമ്മൾ ഇത് ഇങ്ങനെ ആഡ് ചെയ്ത് അല്പനേരം കഴിഞ്ഞപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്ത്. അപ്പോൾ ഇരുന്ന് കുറച്ചും കൂടെ ഒന്ന് പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആ പരുവത്തിന് കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ വെറുതെ പറയല, സൂപ്പർ ടേസ്റ്റും ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാനും പറ്റുമായിരുന്നു. പിന്നെ ചപ്പാത്തി എടുത്തു, അതിൻ്റെ കൂടെ ഈ മഷ്റൂം കറിയായിട്ട് ഞങ്ങൾ രാത്രി എല്ലാവരും ഡിന്നർ കഴിച്ചു. സൂപ്പർ ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇങ്ങനൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എളുപ്പമാണ്, സിമ്പിളായിട്ട് നമുക്ക് കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പക്ഷെ വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.